ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിന് ഷാങ്ഹായ് ഉച്ചകോടിയുടെ അംഗീകാരം. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഷാങ്ഹായിൽ പ്രഖ്യാപനം. ഭീകരതയിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കണമെന്നും സംയുക്ത പ്രഖ്യാപനത്തിൽ ആഹ്വാനം. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനിടെ കൂടിക്കാഴ്ച നടത്തി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും. ഭീകരവാദം പ്രാദേശിക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയെന്നും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നുമാണ് ഷാങ്ഹായി സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. മാനുഷികതയ്ക്കെതിരായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പറഞ്ഞ മോദി, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിന്റെ സാന്നിധ്യത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്ന് വിമർശിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ SCO അംഗരാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. കുറ്റവാളികളെയും സംഘാടകരെയും സ്പോൺസർമാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഷാങ്ഹായ് ഉച്ചകോടി സംയുക്ത പ്രസ്താവന നടത്തി. അതിനിടെ US-ന്റെ തീവ്രയുദ്ധം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മോദി പുടിൻ കൂടിക്കാഴ്ച നടന്നത്. ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ച മോദി, ഇന്ത്യയും റഷ്യയും തമ്മിൽ കാലങ്ങളായുള്ള ബന്ധമാണെന്നും തോളോട് തോൾ ചേർന്ന് മുന്നോട്ടു പോകണമെന്നും പറഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.